ഹലോ ഗൈസ്, ഒരു 3 കളർ പേപ്പർ ഒപ്പിക്കാൻ, അതും കളർ പേപ്പർ ഒപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇതാ അടിപൊളി വെറൈറ്റി ഒരു ക്രാഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ, പിന്നെ കൂടെ വേണ്ടത് ഒരു പച്ച, ചാണകപ്പച്ച, അതായത് ഡാർക്ക് പച്ച. അങ്ങനെ ഒരു 3 തരം കടലാസ് നിങ്ങൾ കയ്യിലൊന്ന് ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ കളർ പേപ്പർ ഇതാ മടക്കി 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 ഇങ്ങനെ ഒരു ഡിസൈനാക്കി മാറ്റണം. അതായത് അതിങ്ങനെ പശ തേച്ച് അല്ല, ഗമ്മ് തേച്ച് ഉഷാറായിട്ട് അങ്ങോട്ട് ഒട്ടിക്കുക. ഏതൊട്ടിക്കുക? അതിൻ്റെ പറഞ്ഞ് നടുക്ക് സെൻറ്ററിൽ കാണുന്ന ഒരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പ് കയറിയും ഒട്ടിക്കുക. അങ്ങനെ 4 നമ്മളത് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കണം. എത്ര എണ്ണം? 4 നമുക്ക് ഉണ്ടാക്കണം. 4 ഉണ്ടാക്കിയിട്ട് വെറുതെ ഉണ്ടാക്കിയാൽ പോരാ, ആ 4 ഒന്നിച്ച് കണക്ട് ചെയ്ത് വീണ്ടും ഗമ്മിട്ട് ഒട്ടിക്കുക. അതായത് നമ്മളെ പസയിട്ട് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷമാണ് മക്കളെ ഇതാ ഇതുപോലൊരു പൂവ് പോലെ നിൽക്കും. അതായത് സൺഫ്ലവറിൻ്റെ ഒരു പൂവായിട്ട് നമുക്ക് കിട്ടും. പിന്നെ വേണ്ടത് നമ്മുടെ ഒരു പച്ച പേപ്പറാണ്. അതായത് നമ്മൾ ചാണകപ്പച്ച എന്ന് പറയും നമ്മളെ നാട്ടിൽ, കണ്ണൂരാന്നേ. അപ്പോൾ ചാണകപ്പച്ച കളർ പേപ്പർ എടുക്കുക, 2 പീസാക്കുക. അതും ഈ പറഞ്ഞ പോലെ ഒരു കൊള്ളി രൂപത്തിൽ കുറച്ച് കട്ടിക്ക് അങ്ങോട്ട് മടക്കി അങ്ങോട്ട് എടുക്കുക. ഇതെന്തിനാന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അതാ 2 ആക്കിയിട്ട് കണ്ടാൽ ഞാൻ ഇതേപോലെ 2 ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പൂവാക്കിയതിൻ്റെ സെൻറ്ററിൽ കാണുന്ന 2 ഗ്യാപ്പിലോട്ട് അത് നമ്മളെ പസയിട്ട് ഒട്ടിക്കണം കേട്ടാ. എന്നാലേ അടുത്ത കാര്യം നടക്കത്തുള്ളൂ. അത് ഒട്ടിച്ചതിന് ശേഷമുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് പക്ഷെങ്കിൽ ഇതുപോലെ ചെറിയ ഇത് മടക്കിയത് കൊണ്ട് ഒട്ടിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. എന്നാലും ഞാനത് ഒട്ടിച്ചെടുത്തു കണ്ടാ. അപ്പം നമ്മളെന്തായി, നല്ലൊരു ഫ്ലവറുമായി, അതിന് കാലുമായി, അതായത് നല്ല തണ്ടുമായി. പിന്നെ വേണ്ട ഒരു ചെറിയ കഷ്ണം കാർഡ്ബോർഡ് കഷ്ണമാണ്. അത് നല്ല റൗണ്ടിൽ അങ്ങോട്ട് കട്ട് ചെയ്യണം. നമുക്ക് പിന്നെ റൗണ്ടിൽ കട്ട് ചെയ്യാൻ നല്ല എക്സ്പീരിയൻസാണ്. ഡ്രോയിങ്സ് ഒക്കെ അറിയുന്നവർക്ക് പെട്ടെന്നാകും. അല്ലാത്തൊരു വല്ല കുപ്പീൻ്റെ മുടിയോ അങ്ങനെയറ്റം വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. പിന്നെ അതിന് നമുക്ക് ഒരു പൂവാകുമ്പോൾ ഇലകളില്ലാണ്ട് പറ്റുമോ? അപ്പോൾ ഇലക്കുള്ളത് ഒരു മീശ, ക്രിസ്മസ് അപ്പൂപ്പൻ്റെ മീശ പോലെ ഒരു ഇല അങ്ങോട്ട് വരക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ചിരിക്കുന്നൊരു ചിത്രം വരച്ചു കൊടുത്താൽ പാവ സൂര്യകാന്തി ചിരിച്ചിരുന്നോട്ടെ അല്ലേ. ആ ചിരിക്കുന്ന മോന്ത എന്ത് ചെയ്യണം, ചിരിക്കുന്ന കാർബോർഡ് എന്ത് ചെയ്യണം, അതിങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ വെച്ച് ഈ ഇലയും കൂടി കണക്ട് ചെയ്തത് അടിപൊളി പൂവ്.